എടാ സാൻമാർഗിക കാഴ്ചപ്പാടുകൾ വികസനമാണെടാ പിള്ളാരെ. സാമൂഹ്യമായിട്ടുള്ള അറിവുകൾ വികസനമാണെടാ പിള്ളാരെ. 1000 രാത്രികൾ ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നത്തെ ഇപ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് 2.5 വയസ്സിൽ ഞാൻ സംസാരിച്ചു. ചില കുട്ടികൾ 3 വയസ്സിലായിരിക്കും. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളെ എല്ലാവരുടെയും നിരന്തര അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് എൻട്രി ചെയ്ത 30 ദിവസത്തെ സൈക്കോളജി സ്പെഷ്യൽ പാക്ക് ആരംഭിക്കുന്നു. 30 ദിവസം കൊണ്ട് നിങ്ങളുടെ 20 മാർക്കിന്റെ സൈക്കോളജി, പെഡഗോജി, ഫിലോസഫി പോർഷനുകൾ തീർത്ത് തരുന്നു. ആഴ്ചയിൽ 5 ലൈവ് ക്ലാസുകൾ ഉൾപ്പെടെ 10,001 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾ ഏത് ആംഗിളിൽ നിന്ന് ഏത് തരത്തിൽ നോക്കിയാലും മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എന്റെ നേതൃത്വത്തിൽ എന്റെ സ്പെഷ്യൽ മെന്റർഷിപ്പില് സൈക്കോളജിക്ക് മാത്രമായി ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. കാരണം ഞാൻ ഒറ്റയ്ക്കായി ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ആദ്യം ജോയിൻ ചെയ്യുന്ന വെറും 200 കുട്ടികൾക്ക് മാത്രമാണ് ഈ ബാച്ചിൽ ഇരിക്കാൻ കഴിയുന്നത്. കാരണം റെക്കോർഡഡ് സൈക്കോളജി ക്ലാസ്സുകൾക്ക് പുറമെ എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ, കുറച്ചുകൂടി ഡെപ്തിൽ ഒട്ടനേകം സൈക്കോളജി പോർഷൻസിന്റെ ഡിസ്കഷൻ, ഇതെല്ലാം വരുന്നത് കൊണ്ട് കൂടുതൽ കുട്ടികളെ, കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ എത്രയും വേഗം ഇതിലേക്ക് ജോയിൻ ചെയ്യുക. കാണാം മക്കളെ. കഴിഞ്ഞ ഒരു 6 വർഷമായി LPS UPS പരീക്ഷകൾക്ക് മുഴുവനും ചോദിക്കുന്ന ഒരു മേഖല വികാസ തത്വങ്ങൾ. ശരിയല്ലേ? ചോദ്യങ്ങൾ കൺഫ്യൂഷനിങ് ആണ്. ചോദ്യങ്ങൾ വായിക്കുമ്പോൾ സർ ഉത്തരം കിട്ടാറില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കമന്റുകൾ നമ്മൾ കാണുന്നു. ഇവിടെ നിങ്ങൾക്ക് ഞാൻ 3 ചോദ്യങ്ങൾ തന്നുകൊണ്ട് ഒരു ചെറിയ ടോപ്പിക്കിന്റെ ഒരു ചെറിയ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്കരായ ഉദ്യോഗാർത്ഥികളെ, അത് മറ്റൊന്നുമല്ല, വികാസ തത്വങ്ങൾ എന്ന മേഖല. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഒരു 3 ചോദ്യം പരിചയപ്പെടുത്തുകയാണ്. സ്മിത സാമൂഹ്യ ശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു. എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു? അടിപൊളി ചോദ്യം ഇല്ലേ? ഡയറക്റ്റ് അല്ല, ആപ്ലിക്കേഷൻ ലെവലാണ്. കണ്ടന്റ് കാണാൻ പഠിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കാണാപ്പാഠം സൈക്കോളജി നടക്കത്തുമില്ല. ഓപ്ഷൻ എ പരസ്പര ബന്ധം, ഓപ്ഷൻ ബി പൊതുവായതിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക്, ഓപ്ഷൻ സി വ്യക്തി വ്യത്യാസങ്ങൾ, ഓപ്ഷൻ ഡി തുടർച്ച. അപ്പൊ സ്വാഭാവികമായും 4 ഓപ്ഷൻസ് തന്നിട്ട് സ്റ്റൈലിന് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വികാസ തത്വത്തിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് 4 സ്റ്റേറ്റ്മെന്റുകൾ. 1, വികാസം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. 2, വികാസം പരിപക്വനത്തിന്റെയും പഠനത്തിന്റെയും ഫലമാണ്. 3, വികാസക്രമം പ്രവചിക്കാൻ പറ്റുന്നതല്ല. 4, വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ട്. ഓപ്ഷൻ എ 2, 3, 4, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 2, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 4. വീണ്ടും നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള കിടിലം ചോദ്യം. 3ാമത്തെ ചോദ്യം, വികസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വികസനം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെയും തുകയാണ്. വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമാണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. വികസനം പ്രവചിക്കാൻ കഴിയും. 3, 4, 2, 1 തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ്. ഇവിടെ ഈ ചോദ്യങ്ങൾ നമ്മളോട് വിളിച്ചോതുന്ന വസ്തുതകൾ എന്താണ് മക്കളെ? കണ്ടന്റുകളെ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് ഒരു ചോദ്യവും ചെയ്യാൻ കഴിയില്ല. മറിച്ച് അർത്ഥപൂർണമായി വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം പോലും ചില കുട്ടികൾ കാണാപ്പാഠം പഠിച്ചു വെക്കുന്നു. അങ്ങനെ പ്രയോജനമില്ല. നമുക്ക് ടോപ്പിക്കിലേക്ക് ഒന്ന് കടക്കാം. ടോപ്പിക് എന്ന് പറയുന്നത് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ വികസനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ
മറ്റൊരു വസ്തുത കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിൻ്റെ പേര് വളർച്ച എന്നാണ്. വളർച്ച എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ വളർച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും പ്രിയങ്കരനും, നിങ്ങൾക്കും എനിക്കും സുപരിചിതനും, നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുമായ ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി വികസനത്തിനും വളർച്ചയ്ക്കും ഒരു നിർവചനം തന്നു. എന്താണ് ക്രോ ആൻഡ് ക്രോ വികസനത്തിനും വളർച്ചയ്ക്കും നിർവചനം? വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. വികസനം ആകട്ടെ വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ഈ മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള വളർച്ചയെ, ഘടനാപരമായിട്ടുള്ള വളർച്ചയെ നമുക്ക് വളർച്ച എന്ന് പറയാം, അല്ലേ? അതായത് വളർച്ച എന്ന് പറയുന്നത് ഘടനാപരമാണ്. ഇപ്പൊ ഞാൻ ഇത്രയും വളർന്നു നിൽക്കുകയാണ്, നീ ഇത്രയും വളർന്നല്ലോ, നിനക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ വളർന്നു ഭൗതികമായി നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത വളർച്ചയാണ്. എന്നാൽ വികാസം എന്ന് പറയുന്നത് ഈ വളർച്ച മാത്രമല്ല, ഈ വളർച്ചയോടൊപ്പം എന്റെ ജനനം മുതൽ ഈ നിമിഷം വരെ എന്നിൽ എന്തെല്ലാം വന്ന് ചേർന്നിട്ടുണ്ടോ അതെല്ലാം വികസനമാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. വളർച്ച ഘടനാപരവും. ഈ ഒരൊറ്റ കോൺസെപ്റ്റിൽ നിന്ന് വളർച്ചയും വികാസവും ഫുള്ള് പഠിക്കാൻ പറ്റും. നമ്മൾ അത് ടോപ്പിക് അതല്ല, നമ്മൾ വികാസ തത്വങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രോ ആൻഡ് ക്രോ പറഞ്ഞു വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. വികസനമാകട്ടെ വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഇനി വളർച്ച ജൈവകോശങ്ങളുടെ വർധനയുടെ ഫലമാണ്, എന്നാൽ വികാസം ജീവിയുടെ ഒന്നായിട്ടുള്ള മാറ്റമാണ്. ഇതിനെ വേറൊരു തരത്തിൽ പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലടാ പിള്ളാരെ, ഇതിനെ വേറൊരു തരത്തിൽ പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. ഇനി വികാസം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. ഈ ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തു വെക്കുക. വികാസം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ടല്ലോ, ഒരു ഭൗതിക ശാസ്ത്രജ്ഞനുണ്ടല്ലോ, സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായ ശാരീരിക വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വികാസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എന്നെക്കാളും നിങ്ങളെക്കാളും വേറെ ലെവലാണ് പുള്ളി. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചു കൊണ്ട് നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് നോക്കിയേ. വികാസം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാക്കുന്നു എന്ന കൃത്യമായ നിർവചനം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വികസനം എന്താണ് എന്ന്. വികസനം ഭൗതിക വികാസമാണ് മക്കളെ. ബുദ്ധി വളർച്ച വികസനമാണ്. സാൻമാർഗിക കാഴ്ചപ്പാടുകൾ വികസനമാണെടാ പിള്ളാരെ. സാമൂഹ്യമായിട്ടുള്ള അറിവുകൾ വികസനമാണെടാ പിള്ളാരെ. ബൗദ്ധിക നിലവാരം വികസനമാണെടാ പിള്ളാരെ. വളർച്ച മാത്രമല്ല, വളർച്ചയും കൂടി ചേർന്നവനിൽ എന്തെല്ലാം മാറ്റങ്ങൾ, അവന്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവന്റെ ജ്ഞാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവന്റെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം അവന്റെ വികസനമാണ് എന്ന കൃത്യമായ തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകണം. ഈ ടോപ്പിക്കിന് ഉത്തരം ചെയ്യുമ്പോൾ വികസനത്തിന്റെ സ്വഭാവം ഞാൻ പറയുന്നു. എന്താണ് വികസനത്തിന്റെ സ്വഭാവം എന്നാൽ മറ്റൊരു പേര് പറയാം, വികാസ തത്വങ്ങൾ. ഇത് പഠിച്ചു വെച്ചോണം പരീക്ഷയ്ക്ക് മുമ്പ്. നാസി മെഹിയ എന്ന് പറയുന്ന ഒരു കൊച്ചധ്യാപകൻ പറയുന്ന വാക്കായിട്ട് നിങ്ങൾ കേൾക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം LPSA UPSA ആണ് എങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം നാളത്തെ അധ്യാപന ജോലിയാണ് എങ്കിൽ, 1000 ദിനരാത്രങ്ങൾ കൊണ്ട് നെയ്തെടുത്തതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, 1000 ദിനരാത്രങ്ങളിൽ 1000 രാത്രികൾ ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, ആ സ്വപ്നത്തെ കാൾ റോജേഴ്സിന്റെ അഭിപ്രായം പോലെ, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായം പോലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് എത്തിക്കാൻ ഞാനിവിടെ ഒരു 10-11 പോയിന്റ് തരും. അത് കാണാതെ പഠിച്ചോണം പിള്ളാരെ, അത് കാണാതെ പഠിച്ചോണം. എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളുടെ ഒരു കൊച്ചധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്ങുകൾ ഞാൻ ഡെഫിനിഷൻ പോലെ ഉദാഹരണ സഹിതം പറയുകയും ചെയ്യും. ആ ഉദാഹരണമാണ് എൻ്റെ മക്കള് കൃത്യമായും ഓർത്തു വെച്ചേക്കേണ്ടത്. വികസനം പരസ്പര വർധനത്തിന്റെ ഫലമാണ് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. വികസനം എന്ന് പറയുന്ന പരസ്പര വർധനത്തിന്റെ ഫലമാണ്. ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിയെ ഒരു 20 വയസ്സ് വരെ ഒരു മുറിക്കകത്ത് മാത്രം ഇട്ടിരിക്കുന്നു, ആഹാരം കൊടുക്കുന്നു എന്നല്ലാതെ ആ കുട്ടിയെ പുറം ലോകം ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിക്ക് വളർച്ചയുണ്ടാകും, വികാസം കുറവായിരിക്കും. ആ കുട്ടിക്ക് വളർച്ചയുണ്ടാകും, വികാസം കുറവായിരിക്കും. നമ്മൾ
20 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചോ അതേ കാഴ്ചപ്പാടിലോ അതേ ചിന്താഗതിയിലോ അതേ ഭാഷാ സ്വാധീനത്തിലോ കുട്ടിക്ക് വളരാൻ കഴിയില്ല. കാരണം നമ്മൾ പുറത്തിറങ്ങി പരിസരവുമായി, പരിസ്ഥിതിയുമായി, നമ്മുടെ പര്യാവരണവുമായി ഇടപെട്ടു. അച്ഛനിൽ നിന്ന് പഠിച്ചു, അമ്മയിൽ നിന്ന് പഠിച്ചു, കൂട്ടുകാരിൽ നിന്ന് പഠിച്ചു, സ്കൂളിൽ നിന്ന് പഠിച്ചു, ടീച്ചേഴ്സിൽ നിന്ന് പഠിച്ചു, അനിയന്മാരിൽ നിന്ന് പഠിച്ചു, പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു, ലൈബ്രറിയിൽ നിന്ന് പഠിച്ചു, ടെലിവിഷനിൽ നിന്ന് പഠിച്ചു, സ്വയമേ ചിന്തിച്ചു പഠിച്ചു. ഇതെല്ലാം നമ്മുടെ വികസനമല്ലേ? അപ്പോൾ നമ്മൾ പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു പരസ്പര വർത്തനമല്ലേ വികസനം എന്ന് പറയുന്നത്? അല്ലേടാ, അതാണ് പിള്ളേരെ വികസനം. പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്, പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. ഒന്ന് പഠിച്ചു. രണ്ടാമത്തത് വികാസം ഗുണാത്മകമാണ്. എന്തുവാടാ ഗുണാത്മകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണവും ഗണവും ഉണ്ട് മക്കളെ, ഗുണവും ഗണവും ഉണ്ട്. കൊച്ചുങ്ങളെ, ഗുണവും ഗണവും ഉണ്ട്. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി, ഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി, ഗണം എന്ന് വെച്ചാൽ അത് ക്വാളിറ്റി. കൊച്ചുങ്ങളെ, 40,000 സ്റ്റുഡൻസ് എൻട്രിയിൽ LP UPക്ക് പഠിക്കുന്നു. അത് ഗണമാണ്, അത് ഗണമാണ്. 40,000 കുട്ടികൾ എൻട്രിയിൽ LP UPക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗണമാണ്. എന്നാൽ 4,000 പേർക്ക് ജോലി കിട്ടി അതിൽ നിന്നും എന്ന് പറഞ്ഞാൽ അത് ഗുണം. മനസ്സിലായോ? മനസ്സിലായോ? 40,000 പേർ പഠിക്കുന്നു എന്നുള്ളത് ഗണമാണ് എങ്കിൽ 4,000 പേർക്ക് ജോലി കിട്ടുന്നു എന്നത് ഗുണമാണ്. കൃത്യമായിട്ട് പറയാം. അപ്പൊ സ്വാഭാവികമായും വികസനം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. വികസനം ക്വാളിറ്റി അല്ലേ? വികസനം ക്വാണ്ടിറ്റി ആണോ, അളവ് ആണോ? വികസനം എന്ന് പറയുന്നത് ഗുണാത്മകമാണ്. ഇനി വികസനം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. വികസനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു വ്യക്തി ജനിച്ച് അവൻ മരിക്കുന്നത് വരെയും തുടർച്ചയായി നടക്കും. വികസനം അനുസ്യൂതമാണ്, വളർച്ച അനുസ്യൂതമല്ല. വളർച്ച അനുസ്യൂതമല്ല, വളർച്ച ഒരു ഘട്ടത്തിൽ അവസാനിക്കും. വികാസ തത്വമാണ്, വികസനം അനുസ്യൂതമാണ് എന്നുള്ള കാഴ്ചപ്പാട്. 3 പോയിന്റുകൾ പറഞ്ഞു. 1, വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. 2, വികാസം ഗുണാത്മകമാണ്. 3, വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണ് എന്നുള്ള കാര്യം കൃത്യമായും എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും അർത്ഥപൂർണമായി മനസ്സിലാക്കുക. മക്കളെ, 4ാമത്തെ കോൺസെപ്റ്റ് നോക്കേ. വികസനം ക്രമാനുഗതമായ ഒരു മുറയ്ക്ക് അനുസരണമായി നടക്കുന്നു. നിങ്ങളുടെ മക്കൾ, അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കുട്ടി 4 വയസ്സായിട്ടും നടന്നില്ല എങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും, ഡോക്ടറെ കാണിക്കും. കാരണം വികാസത്തിനൊരു ക്രമമുണ്ട്. വികസനം എന്നത് ക്രമാനുഗതമായ ഒരു മുറയ്ക്ക് അനുസരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. വികസനം ക്രമാനുഗതമായ ഒരു മുറയ്ക്ക് അനുസരണമായി നടക്കുന്നു. അപ്പോൾ 5ാമത്തെ പോയിന്റ്, വികസനം സാമാന്യതയിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ DGP എന്ന് ഓർത്തു വെക്കുക. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ ടു പർട്ടിക്കുലർ ആണ്. വികസനം സാമാന്യതയിൽ നിന്ന് പ്രത്യേകതയിലേക്കാണ്. DGP ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ടു പർട്ടിക്കുലർ ആണ്. കൃത്യമായും ഓർത്ത് വെച്ചേക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, വികസനം എന്ന ഒരു കുട്ടി എങ്ങനെയാ ചിരിക്കുന്നത്? ഒരു കൊച്ചുകുട്ടി, ജനിച്ചു വീഴുന്ന ഒരു കൊച്ചുകുട്ടി ഒരു വയസ്സാകുമ്പോൾ എങ്ങനെയാ ചിരിക്കുന്നത്? ഭയങ്കരമായി ശരീരം മൊത്തം ഇളക്കിയിട്ടല്ലേ അവൻ കിളി എന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നത്. നമ്മളെ കാതറിൻ ബ്രിഡ്ജസിന്റെ തിയറിയിൽ അവർ പറയുന്നത് പോലെ ശരീരം മൊത്തം ഇങ്ങനെ ഇളക്കിയിട്ടാണ്. ഒരു ഇളക്കം എന്നാണ് പറയുന്നത്. ആദ്യത്തെ 6 മാസം അല്ലേ, മൊത്തത്തിൽ ഇളക്കിയിട്ടാണ്. എന്നാൽ നിങ്ങൾ കരയുന്നതോ കട്ടിലിൽ പോയി കമന്ന് കിടന്ന് നിങ്ങൾ കണ്ണടച്ചായിരിക്കും, അല്ലെങ്കിൽ കണ്ണ് തുറന്നു വെച്ച് ശബ്ദമില്ലാത്ത രീതിയിലായിരിക്കും കരയുന്നത്. ഇനി കുട്ടിക്കാലത്ത് ഒരു ബോൾ എടുക്കുന്നത് എങ്ങനെയാ? 1.5 വയസ്സുകാരി ഒരു കുട്ടി ശരീരം മൊത്തവും അവൻ ചലിപ്പിച്ചു കൊണ്ടായിട്ട് ഒരു ബോൾ, നമ്മൾ കുനിഞ്ഞ് നൈസിന് ഒരു ബോൾ എടുക്കും അല്ലെ? അപ്പോൾ വികസനം എന്ന് പറയുന്നത് ആദ്യമേ മൊത്തത്തിലാണ്, അതായത് ജനറൽ ആണ് വികസനം എന്ന് പറയുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? പ്രത്യേകതയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് DGP എന്നുള്ള കാര്യം കൃത്യമായി എൻ്റെ മക്കൾ ഓർത്തു വെക്കുക. വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകതയിലേക്കാണ്, സാമാന്യമായതിൽ നിന്ന് പ്രത്യേകതയിലേക്കാണ്. സ്ഥൂലത്തിൽ നിന്ന്, മറ്റൊരു പേരുണ്ട്, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് കൃത്യമായി ഓർത്തു വെക്കുക. ഇനി നോക്കേ, വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ്. വികസനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും വ്യക്തിപരമായി നടക്കുന്നതല്ലേ? ഇപ്പൊ എന്റെ വികസനം വേറെയാണ്, നിങ്ങളുടെ വികസനം വേറെയാണ്, മറ്റൊരാളുടെ വികസനം വേറെയാണ്. അപ്പൊ വികസനം എന്നുള്ളത് വൈയക്തിക പ്രക്രിയയാണ്. എനിക്ക് ചിലപ്പോൾ സൈക്കോളജി ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും. എനിക്ക് മാത്സ് പാടായിരിക്കും, നിങ്ങൾക്ക് മാത്സ് എളുപ്പമായിരിക്കും. അപ്പോൾ വികസനം എന്നുള്ളത് വൈയക്തികമാണ്, അല്ലടാ പിള്ളാരെ? ഇനി നോക്കുക, ഓരോ വികാസഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടായിരിക്കും. നമ്മൾ വികാസഘട്ടങ്ങൾ പറയത്തില്ലേ, ജനനഘട്ടം, ജന്മാന്തര ഘട്ടം എന്നും ബാല്യമെന്നും ആദ്യ
ആദ്യബാല്യമെന്നും കൗമാരമെന്നും ഒക്കെ പറയാറില്ലേ? അപ്പോൾ അതിനെല്ലാം ഓരോ പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനഃശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടില്ലേ? ഓരോ ഘട്ടത്തിനും ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, മർമ്മമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വികസനം എന്നുള്ളത് സഞ്ചിതം എന്ന് പറയുന്നു. എന്തുവാടാ സഞ്ചിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ആണ് അല്ലേ? സഞ്ചി എന്ന് ഓർത്തു വെക്കാലോ നിങ്ങൾക്ക്. എന്തുവാ മക്കളെ സഞ്ചി എന്ന് പറയുന്നത്? ഒരു സാധനം നമ്മൾ അകത്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു പാക്കറ്റാണ് നമ്മൾ സഞ്ചി എന്ന് പറയുന്നത്. പാക്കറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? 22 വയസ്സായി നിങ്ങളിലുള്ള വികസനം വല്ലതും ചോർന്നു പോവുമോ? ഇല്ല. 22 വയസ്സായാൽ ആ 22 വയസ്സിനുള്ളിൽ നിങ്ങൾക്കുണ്ടായ വികസനം മൊത്തം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ സഞ്ചിയിലുണ്ട്. 60 വയസ്സായാലും അതുവരെ ഉണ്ടായ മുഴുവൻ വികസനവും നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വികസനം സഞ്ചിതമാണ് എന്ന് കൃത്യമായിട്ട് പറയാം. വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. വികാസം ഗുണാത്മകമാണ്. വികസനം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. വികസനം ക്രമാനുഗതമായ ഒരു മുറയ്ക്ക് അനുസരണമായി നടക്കുന്നു. വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകതയിലേക്കാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ്. ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകൾ കാണാം. വികസനം സഞ്ചിതമാണ്. ഇനി 2 പോയിന്റും കൂടെ ഉള്ളൂ, അത് കൃത്യമായി ഓർത്തു വെക്കുക. വികസനം കൃത്യതയുള്ളതും പ്രവചന സ്വഭാവമുള്ളതുമാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പോയിന്റ് ആണ് പ്രവചന സ്വഭാവം എന്ന് പറയുന്നത്. കൊച്ചുങ്ങളെ, നിങ്ങൾ പറയാറില്ലേ ഇവൻ മിടുക്കനാണ്, ഇവൻ ഇങ്ങനെ പഠിച്ചാൽ അവന് ഫുൾ A+ കിട്ടും, ഇവനെ വേണമെങ്കിൽ നമുക്കൊരു സയന്റിസ്റ്റ് ആകാം, ഇവനെ വേണമെങ്കിൽ നമുക്ക് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാക്കാം, ഇവനെ വേണമെങ്കിൽ നമുക്കൊരു ഗായകനാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനം നമുക്ക് പ്രവചിക്കാൻ കഴിയുമെന്നുള്ളത്. വികസനം പ്രവചനീയമാണ്. വികസനം എന്ന് പറയുന്ന സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. വികസനം എന്ന് പറയുന്നത് സഞ്ചിതമാണ്. വികസനം ക്രമാനുഗതമായ ഒരു മുറയ്ക്ക് അനുസരണമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നോക്കിയേ, അളവുകളിൽ വ്യത്യസ്തം ഉണ്ടാവുമെങ്കിലും വികസനം ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിലല്ല നടക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് 2.5 വയസ്സിൽ ഞാൻ സംസാരിച്ചു. ചില കുട്ടികൾ 3 വയസ്സിലായിരിക്കും സംസാരിക്കുന്നത്. വികസനം അളവുകളിൽ വ്യത്യസ്തമുണ്ട് എങ്കിലും വികസനം ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിലല്ല നടക്കുന്നത്. നമുക്ക് ഭാഷ ആർജിക്കാൻ ഒരു ഘട്ടം ഉണ്ട് എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നു. സ്കൂളുകളിൽ വിടാൻ ഒരു ഘട്ടമുണ്ട് എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നു. നടക്കാൻ ഒരു ഘട്ടമുണ്ട് എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യത്യസ്ത അളവുകളിലാണെങ്കിലും ഏകദേശം ഒരുപോലെയാണ് വികസനം എന്ന് പറയുന്നത്. ശാരീരിക വികാസമുണ്ട്, ചാലക വികാസമുണ്ട്, ഭാഷാ വികാസമുണ്ട്, ബൗദ്ധിക വികാസമുണ്ട്, സാൻമാർഗിക വികാസമുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതല്ലേ? ഇതെല്ലാം വികാസ തത്വങ്ങളാണ്. നിങ്ങൾ നോക്കുക, ശാരീരിക വികസനം നമുക്കറിയാം. വളർച്ചാ വികസനം എന്ന് പറയുന്ന ടോപ്പിക്ക്. 2 ചാലക വികസനം എന്ന് പറയുന്നത്. 3 ഭാഷാർജനം. 4 ബൗദ്ധിക വികസനം, സാൻമാർഗിക വികസനം. ഇതെല്ലാം ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതെല്ലാം വികാസ തത്വങ്ങളാണ്. ഇനി വികസനം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും പരിപക്വതയെയും എന്നതുപോലെ പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വികസനം ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പാരമ്പര്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ഹെറിഡിറ്റി എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിച്ചു. പാരമ്പര്യ ഘടകങ്ങൾ എന്താണെന്ന്, പരിസ്ഥിതി ഘടകങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി പരിപക്വത, മെച്ചുറേഷൻ എന്ന് പറയുന്നത്, മെച്യൂരിറ്റി എന്ന് പറയുന്ന വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പഠനം എന്നുള്ളതും വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ വികസനം എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? വികസനം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും പരിപക്വതയെയും അതുപോലെ തന്നെ പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഇതുവരെ ഉള്ളതിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് നോക്കാം. സ്മിത സാമൂഹ്യ ശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു, എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു? സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം പറയാം. വ്യത്യാസങ്ങളാണ്. സ്മിതയും സുസ്മിതയും തമ്മിൽ വ്യക്തി വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഓരോ വ്യക്തിയിലും വൈയക്തികമാണ്, അവരിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് അവിടെ ഓർക്കേണ്ടത്. 2 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വികാസ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. വികാസ തത്വത്തിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. വികാസങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. വികാസം പരിപക്വത്തിനെയും പഠനത്തിനെയും ഫലമാണ്. വികാസം ക്രമം പ്രവചിക്കാൻ പറ്റുന്നതല്ല. വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസിൽ വികാസ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം. വികാസം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. 2 വികാസം പരിപക്വത്തിന്റെയും പഠനത്തിന്റെയും ഫലമാണ്. പരിപക്വത്തിന്റെയും പഠനത്തിന്റെയും മാത്രമല്ല,
നമ്മൾ നേരത്തെ പറഞ്ഞു പാരമ്പര്യത്തിന്റെയും പര്യാവരണത്തിന്റെയും ഒക്കെ ഫലമാണ് വികാസം എന്ന് പറയുന്നെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തത് വികാസക്രമം പ്രവചിക്കാൻ പറ്റുന്നതല്ല, തെറ്റാണ്. അത് വികാസ തത്വത്തിൽ ഉൾപ്പെടുന്നതല്ല. 3 വികാസക്രമം പ്രവചിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പറ്റുന്നതല്ലെന്നാണ് NC എക്സാമിനേഷന് കൊടുത്തത്. വികാസക്രമം പ്രവചിക്കാൻ പറ്റുന്നതാണ്. വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്, ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് 1, 2, 4 എന്നുള്ള ഉത്തരമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൃത്യമായി നമ്മൾ പഠിച്ചു. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിരുന്നു, വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് നോക്കേ, വികസനം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെയും തുകയാണ്. ഒരു സംശയവുമില്ല സാറേ. ഓപ്ഷൻ ബി രണ്ടാമത്തത്, വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമാണ്, അല്ലെ? വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമായാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു, അവിടെ തെറ്റി. വികസനം എന്ന് പറയുന്നത് DGP ആണെന്ന് പറഞ്ഞു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ ടു പർട്ടിക്കുലർ ആണെന്ന് പറഞ്ഞു. പൊതുവായതിൽ നിന്ന് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് എന്നാണ് കിടക്കുന്നത്. സ്വാഭാവികമായും മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ പറഞ്ഞതിൽ ശരിയായിട്ടുള്ളതല്ല, തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ ഇത്രയും രസകരമായ രീതിയിൽ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയത് ആ 10 വികാസ തത്വങ്ങളെ കൃത്യമായ രീതിയിൽ അത് വിശകലനം ചെയ്തത് കൊണ്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള 10 കണ്ടന്റിൽ നിന്നും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു രൂപമാണ്, ആപ്ലിക്കേഷൻ രൂപമാണ്. NC എക്സാമിനേഷന് കുട്ടികളെ കുഴക്കിയ ഈ 3 ചോദ്യങ്ങളും ഒരു പുഷ്പം എടുക്കുന്നത് പോലെ, ഒരു പൂവെടുക്കുന്നത് പോലെ നമ്മൾ ചെയ്തു. അതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു സൈക്കോളജി ക്ലാസ്സുമായി കാണുന്നത് വരെ